പി കെ ശശി നിർണായക നീക്കത്തിനെന്ന സൂചന. എം വി ഗോവിന്ദന്റെ പാലക്കാട് ജില്ലയിലെ യാത്രയിൽ പങ്കെടുക്കില്ല. അനാരോഗ്യം മൂലമെന്നാണ് വിശദീകരണം. മണ്ണാർക്കാട് ഗോവിന്ദന്റെ യാത്രയെത്തുക ഇന്ന് വൈകിട്ടാണ്. അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പി കെ ശശിയുടെ നീക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ യാത്രയിൽ പങ്കെടുക്കില്ല എന്ന സ്ഥിരീകരണം കൂടി വരുന്നു. എന്താണ് പി കെ ശശി ലക്ഷ്യമിടുന്നത്? രേണുക, പി കെ ശശി നേരത്തെ തന്നെ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു തന്നെയായിരുന്നു. അദ്ദേഹം അതിനിടെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ പാർട്ടിക്കെതിരെ സമാന്തരമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനമായിട്ട് പാർട്ടിയിലെ വിമതർ, കൊഴിഞ്ഞാമ്പാറയിൽ മറ്റുള്ള വിമതർ UDFന്റെ പിന്തുണയോടെ CPM-നെതിരെ അവിടെ പോരാടാൻ ഒരുങ്ങുന്ന സാഹചര്യം, അതിലേക്ക് പി കെ ശശി അവർക്കൊപ്പം ചേരുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത്തരം ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദന്റെ യാത്രയിൽ നിന്ന് പി കെ ശശി വിട്ടുനിൽക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പനിയായിട്ട് കിടപ്പാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നത്തെ ഈ യാത്രയിൽ പങ്കെടുക്കാതിരിക്കുന്നതിലൂടെ വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. നേരത്തെ തന്നെ എം വി ഗോവിന്ദൻ പി കെ ശശിക്ക് പാർട്ടിയുമായി പ്രശ്നമുണ്ടെന്ന് ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നു. പി കെ ശശിക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ബ്രാഞ്ചിലിരിക്കുന്നത്. ശശിയല്ല ആര് പോയാലും CPM-ന് പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പി കെ ശശിയുമായിട്ടുള്ള അനുരഞ്ജന ശ്രമങ്ങളൊക്കെ ഫലം കണ്ടിട്ടില്ല, ഇത് രണ്ടും രണ്ടായിട്ട് പോകുന്ന സാഹചര്യം തന്നെയാണ് എന്ന തരത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രയിൽ നിന്ന് പി കെ ശശി വിട്ടുനിൽക്കുന്നതോടെ മറ്റൊരു നീക്കത്തിന് ശശി ഒരുങ്ങുന്നു എന്ന തരത്തിലേക്ക് തന്നെ വേണം വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് പാലക്കാട്ടെ വിമത കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആ കൂട്ടായ്മയിലേക്ക് പി കെ ശശി വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം VD സതീശന്റെ യാത്രയും പാലക്കാടേക്ക് കടക്കുകയാണ്. അതിൽ പി കെ ശശി പങ്കെടുക്കുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്നാണെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം പാലക്കാട് ചർച്ചയായിട്ടുള്ള ഒന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി കെ ശശി UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നുള്ള ചോദ്യം. അതിന് ഏകദേശം UDFിലേക്ക് ശശി അടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. അദ്ദേഹം പരസ്യമായി പ്രതികരണം തയ്യാറായില്ലെങ്കിൽ പോലും ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ UDFിനോട് അടുക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പി കെ ശശി UDFന്റെ പാളയത്തിലേക്ക് എത്തുന്നു എന്ന ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. ഇതിൽ അനുമോദ്, UDFന്റെ ഭാഗമായിട്ടുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോൾ ആരോപണ വിധേയനായ ആളെ, പാർട്ടി നടപടി എടുത്ത ആളെ, ഇപ്പോൾ പോലും തള്ളിപ്പറയുന്ന ഒരാളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ളൊരു നീക്കത്തിന് UDF തയ്യാറാകുമോ? അത്തരം ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ UDFന്റെ ഭാഗത്ത് നിന്ന് പരോക്ഷമായ മറുപടി ലഭിച്ചതാണ്. അത് കാരണം ശശി മണ്ണാർക്കാട് UDFന്റെ നിരവധി പരിപാടികളിൽ സജീവമായി പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹം UDF നേതാക്കളുമായി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. മാത്രമല്ല വലിയൊരു വിഭാഗം പി കെ ശശിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ നിലപാട് പി കെ ശശി പ്രഖ്യാപിക്കട്ടെ എന്നൊരു കാര്യമാണ് അവർക്കൊക്കെ തന്നെ പറയാനുള്ളത്. ആദ്യം നിലപാട് പ്രഖ്യാപിക്കട്ടെ, എന്നിട്ടല്ലേ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ട് കാര്യമുള്ളൂ. അദ്ദേഹം വരാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഈ സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ എന്നൊരു നിലപാടാണ് UDFിനുള്ളത്. അപ്പോൾ പി കെ ശശിയുടെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമേ UDFന്റെ ഭാഗത്തുനിന്ന് പരസ്യ പ്രതികരണത്തിന് സാധ്യതയുള്ളൂ. എന്നാണെങ്കിലും മണ്ണാർക്കാട് മേഖലയിലെ UDF നേതൃത്വം അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെയാണുള്ളത്. മണ്ണാർക്കാട് MLA M ഷംസുദ്ദീനാവട്ടെ, ലീഗ് നേതാക്കളാവട്ടെ, കോൺഗ്രസ് നേതാക്കളാവട്ടെ, ഇവർക്കൊക്കെ ശശിയുമായി വലിയ അടുപ്പം തന്നെയാണുള്ളത്. സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. എന്നാണ് പി കെ ശശിയുടെ നിലപാടിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഖ്യാപനമോ അവരുടെ തീരുമാനമോ UDF പ്രഖ്യാപിക്കുകയുള്ളൂ, പുറത്തു പറയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനം ഇന്നത്തെ യാത്രയിൽ നിന്ന്, ഇടതുപക്ഷത്തിന്റെ യാത്രയിൽ നിന്ന് വിട്ടുന്ന പി കെ ശശി UDFന്റെ യാത്രയിൽ ക്ഷണിതാവായിട്ടെങ്കിലും എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും സസ്പെൻസ് പാലക്കാടിനെ സംബന്ധിച്ച് തുടരുകയാണ്. പി കെ ശശി ഇപ്പോൾ പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമെങ്കിൽ അത് മാറുമോ, എന്തെങ്കിലും വ്യക്തമായ സൂചനകൾ മറ്റ് ജാഥകൾ എത്തുന്ന സമയത്തുണ്ടാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.